Hi all, this is Angel and welcome to Study Table. Today, we are going to take a new chapter that is the scholarship jacket. This is the part 1. We are going to see the explanation along with the question answers, okay? ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ പാഠഭാഗമാണ്. ഇതിൽ question answersഉം അതുപോലെ അതിനോടൊപ്പം തന്നെ എക്സ്പ്ലനേഷനും ഒരുമിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, okay? So this is the first part, okay? Let's begin. സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഓക്കെ? സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണ് ഈ കഥ? ഈ കഥ നമുക്ക് ആരാണ് നൽകിയിരിക്കുന്നത്? മാർത്ത സാലിനസ് is a native of Cuyahoga, California. She graduated in creative writings from the University of California at Irvine. The scholarship jacket is one of the several short stories Salinas has published in journals and collections. അതായത് ഇതാരുടെയാണ്? മാർത്ത സാലിനാസിന്റെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ്, ലഘുകഥകൾ എഴുതിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു ലഘുകഥയാണ് എന്ത്? യെസ്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഓക്കെ? അപ്പം അവർ എഴുതിയതായിരുന്നു. കാലിഫോർണിയയിലായിരുന്നു അവർ ജനിച്ചത്, ഓക്കെ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്ന്, ഓക്കെ? The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades of 8 years. The scholarship jacket had a big gold S on the left front side and your name written in gold letters on the pocket. അതായത് ഇവിടെ എന്താ പറയുന്നത്? ടെക്സാസ്, ഓക്കെ? ടെക്സാസ് എന്ന് പറയുമ്പോൾ US-ലെ, യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു വലിയ സ്റ്റേറ്റ് ആണ്, ഓക്കെ? അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു? ഒരു പതിവുണ്ടായിരുന്നു. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അവർ പരമ്പരാഗതമായി അനുവർത്തിക്കുന്ന എന്തുണ്ടായിരുന്നു? ഒരു രീതി ഉണ്ടായിരുന്നു, ഓക്കെ? അവിടുത്തെ സ്കൂളുകളിൽ, എവിടെയാണ്? ടെക്സാസിലുള്ള സ്കൂളുകൾ. എന്തായിരുന്നു അവരുടെ സ്കൂളിലെ ആ ഒരു ആചാരം? യെസ്, നോക്കിക്കേ, എന്തായിരുന്നു? എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവോർഡഡ് ടു ദ സ്കൂൾ വെൽഡിക്ടോറിയൻ. അതായത് നല്ല സ്വർണ്ണ നിറവും പച്ച നിറവും കലർന്ന മനോഹരമായൊരു ജാക്കറ്റ് യാത്രയയപ്പ് സമയത്ത് കഴിഞ്ഞ 8 വർഷവും ക്ലാസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിക്ക് അവർ കൊടുക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പം മനസ്സിലായോ? ടെക്സാസിൽ ആ സ്കൂളിലെ പതിവ് എന്തായിരുന്നു? അവരൊരു ജാക്കറ്റ് കൊടുക്കും. ആർക്കാണ് കൊടുക്കുന്നത്? ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ച, നല്ല മാർക്ക് കിട്ടി, ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്ത കുട്ടിക്കാണ് എന്ത് കൊടുക്കുന്നത്? സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇപ്പം മനസ്സിലായല്ലോ? The scholarship jacket had a big gold S on the left front side. അതായത് ഈ ഒരു ജാക്കറ്റിന്റെ മുൻവശത്ത് ഇടതുഭാഗത്ത് എന്ത് കാണും? S എന്ന് വലിയ സ്വർണ്ണ നിറത്തിൽ എഴുതിയിട്ടുണ്ടാകും, ഓക്കെ? S എന്ന് എന്ത് കാണും? ബിഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഗോൾഡൻ കളറിൽ, ഓക്കെ? അതുപോലെ അതിലെന്ത് കാണും? പിന്നെ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. അതേപോലെ ഈ ജാക്കറ്റിന്റെ പോക്കറ്റിൽ ഏത് കുട്ടിക്കാണോ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുന്നത് ആ കുട്ടിയുടെ പേര് സ്വർണ്ണ നിറത്തിൽ എഴുതിയിട്ടുണ്ടായിരിക്കും, ഓക്കെ? My older sister Rosie had won the jacket a few years back, and I fully expected to also. I was 14 and in the 8th grade. I had been a straight A student since the 1st grade, and this last year had looked forward very much to owning that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. So, when I was 6, I was given to my grandparents to raise. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മൂത്ത സഹോദരി ആര്? റോസിക്കാണ് എന്ത് കിട്ടിയത്? ഈ ജാക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ? ഫ്യൂ ഇയേഴ്സ് ബാക്ക്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ എനിക്കും ഈ ജാക്കറ്റ് കിട്ടണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്കിപ്പം 14 വയസ്സായിരുന്നു ഉണ്ടായത്. കൂടാതെ അവൾ എപ്പോഴും, ഇപ്പോൾ അവൾ എത്രാം ക്ലാസ്സിലാണ്? അവളിപ്പോൾ 8ാം ക്ലാസ്സിലാണ്. അവൾ 1 മുതൽ എല്ലാ ക്ലാസ്സിലും അവൾക്ക് എന്താണ്? A ഗ്രേഡ് നേടിയൊരു മിടുക്കിയായിരുന്നു ആര്? ഈ കുട്ടി, ഓക്കെ? അതിനാൽ ഈ ജാക്കറ്റ് എനിക്ക് തന്നെ കിട്ടുമെന്നും അവൾ അതിയായി എന്ത് ചെയ്തു? ആഗ്രഹിച്ചിരുന്നു, ഓക്കെ? അവളുടെ അച്ഛൻ ആരായിരുന്നു? അവളുടെ അച്ഛൻ ഒരു കൃഷിയിടത്തിലെ തൊഴിലാളിയായിരുന്നു, ഓക്കെ? ഒരു ഫാം ലേബറർ ആയിരുന്നു, അതായത് ഒരു കൃഷിയിടത്തിലെ തൊഴിലാളിയായിരുന്നു. അതുപോലെ അവർ എത്ര മക്കളുണ്ട്? മൊത്തം 8 മക്കൾ വളർത്താനുള്ള വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, ഈ അച്ഛൻ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇവക്ക് 6 വയസ്സായപ്പോൾ അവൾ എന്ത് ചെയ്തു? അവളുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയാണ് അവൾ ജീവിച്ചു തുടങ്ങിയത്, ഓക്കെ? അവരാണ് ആരെ വളർത്തുന്നത്? ഈ പെൺകുട്ടിയെ വളർത്തുന്നത്, ഓക്കെ? ഇനി നമുക്ക് ഈ പോർഷനിൽ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? വാട്ട് വാസ് ദ ട്രഡീഷൻ ഫോളോഡ് ഇൻ ദ സ്മോൾ ടെക്സാസ് സ്കൂൾ? എന്തായിരുന്നു അവിടുത്തെ ആ ഒരു പതിവ് ചടങ്ങ്? എന്തായിരുന്നു അവരുടെ ആചാരം? എന്തായിരുന്നു? The tradition followed in the small Texas school was that a beautiful gold and green jacket was awarded to the class valedictorian every year. എന്തായിരുന്നു പതിവ്? യെസ്, നല്ലൊരു ജാക്കറ്റ് കൊടുക്കുമായിരുന്നു അല്ലേ? ഏതാണോ ക്ലാസ്സിലെ ടോപ്പർ അവർക്കൊരു ജാക്കറ്റ് കൊടുക്കായിരുന്നു. അപ്പോൾ അതായിരുന്നു ടെക്സാസിലെ സ്കൂളിന്റെ പതിവ്. നെക്സ്റ്റ്, what do you think the letter S on the jacket represent? എന്തായിരിക്കും ആ S എന്നുള്ളൊരു അക്ഷരം കാണിക്കുന്നത്? എന്തിനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? യെസ്, the letter S on the scholarship jacket represents the word scholar. സ്കോളർ എന്ന ആ ഒരു വാക്കിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ എന്ത്? S എന്നുള്ള ലെറ്റർ, ഓക്കെ?
So the next page. We couldn't participate in sports at school because there were registration fees, uniform cost and trips out of town. So even though our family was quite agile and athletic, there would never be a sports jacket for us. This one, the scholarship jacket was our only chance. അതായത് സ്കൂളിലെ കായിക മത്സരം അവരുടെ സ്പോർട്സിന്റെ കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ അപ്പോൾ അവൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, അവൾക്ക് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താ, അതിൽ പങ്കെടുക്കണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വേണം, അതുപോലെ പിന്നെ യൂണിഫോം, അതിൻ്റെ പ്രത്യേക യൂണിഫോം ഫീസ് വേണം. പിന്നെ അവർക്ക് പട്ടണത്തിന് പുറത്തൊക്കെ അവർക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് വേണം, ചിലവാണ്. അപ്പം ഈ ചിലവൊന്നും വഹിക്കാൻ ആരുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കത്തില്ല, ഇവളുടെ കയ്യിൽ പൈസ കാണൂല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്യത്തില്ല, സ്പോർട്സിനൊന്നും അവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. പക്ഷേ അവളുടെ കുടുംബാംഗങ്ങളൊക്കെ അവളുടെ ഫാമിലിയൊക്കെ എങ്ങനെയായിരുന്നു, നല്ല പൊതുവെ നല്ല ആരോഗ്യമുള്ളവർ, നല്ല ചുറുചുറുക്കമുള്ളവരായിരുന്നു. ഓക്കെ, അജൈൽ ആൻഡ് അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ ആരോഗ്യം ചുറുചുറുക്കമുള്ളവരായിരുന്നു. ഓക്കെ, പക്ഷേ ഇത്രയൊക്കെ ആയിരുന്നിട്ടും അവർക്ക് എന്തിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല, ഒരു സ്പോർട്സിൽ അവൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടാൻ കഴിയത്തില്ല. കാരണം ഇങ്ങനെയൊക്കെ ചിലവുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾക്ക് ആകെയുള്ളൊരു സ്കോപ്പ് എന്തിൽ മാത്രമാ, അതുകൊണ്ട് അവൾക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് പഠിത്തത്തിൽ അല്ലേ, അക്കാഡമിക്കിൽ അവൾക്ക് എങ്ങനെ കിട്ടണം, ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, ഇൻ മെയ് ക്ലോസ് ടു ഗ്രാജുവേഷൻ, സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് വെഞ്ചൻസ്. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. I despaired every time I looked into the mirror. Pencil thin, not a curve anywhere. I was called bean pole and string beaned, and I knew that's what I looked like. That recently wasn't much for a 14-year-old to work with. ഇവിടെ എന്താ പറയുന്നത്, ഒരു മെയ്യിൽ, ഓക്കെ, മെയ് മാസമാകുമ്പോൾ എട്ടാം ക്ലാസ്സിൻ്റെ അവളുടെ ഗ്രാജുവേഷൻ അടുക്കുമായിരുന്നു. ഓക്കെ, മെയ് മാസത്തിൽ. അപ്പോഴെന്താ സംഭവിച്ചത്, അങ്ങനെ അടുത്തപ്പോഴായിരുന്നു വസന്തകാലത്തിൽ, അതായത് സ്പ്രിംഗ് സീസണിൽ എന്ത് പറ്റി, ഒരു പനി അവർക്ക് പിടിച്ചത്. ഓക്കെ, അപ്രതീക്ഷിതമായി എന്ത് പിടിച്ചു, പനി അവിടെ എല്ലാവർക്കും പടർന്നു പിടിച്ചു. ഓക്കെ, അതുകൊണ്ട് ആരും എന്ത് ചെയ്തില്ല, ക്ലാസ്സിൽ ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഓക്കെ, നോ വൺ പെയ്ഡ് അറ്റൻഷൻ, ആരും ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. അതുപോലെ അവരെന്ത് ചെയ്യുമായിരുന്നു, ജനാലയുടെ പുറത്തേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. അവിടുത്തെ കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്, ദേ യൂസ് ടു സ്റ്റെയർ ഔട്ട്. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കുമായിരുന്നു ജനാലയുടെ വെളിയിലോട്ട്. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. അതായത് എല്ലാവരും എന്താ ആഗ്രഹിച്ചിരുന്നത്, പെട്ടെന്ന് ഈ സ്കൂളിൻ്റെ ആഴ്ചകളൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്നെല്ലാവരും ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഐ ഡിസ്പയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. എപ്പോഴും ഞാൻ കണ്ണാടി നോക്കുമ്പോഴൊക്കെ എനിക്ക് നിരാശ തോന്നിയിരുന്നു. ഡിസ്പയർ എന്ന് പറഞ്ഞാൽ എന്താ, നിരാശ തോന്നിയിരുന്നു. എന്തുകൊണ്ട് അവൾക്ക് വിഷമം തോന്നുന്നത്, കാരണം അവൾ കണ്ണാടി നോക്കുമ്പോൾ അവൾ എങ്ങനെ ഇരിക്കുന്നത്, ഒരു പെൻസിൽ പോലെ മെലിഞ്ഞ് ഒരു വളവ് പോലും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു ആര്, ഇവള്. ഓക്കെ, അതുകൊണ്ട് അവളെ എല്ലാവരും എന്താ കളിയാക്കുന്നത് അറിയാമോ, ബീൻസ് പോൾ അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ എന്നൊക്കെയാണ് അവളെ കളിയാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് 14 വയസ്സായിരുന്നല്ലോ. അതുകൊണ്ട് 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് ജോലി എടുക്കാൻ പര്യാപ്തമല്ലെന്നാണ് അവള് ചിന്തിച്ചിരുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഐ തോട്ട് ആസ് ഐ ആബ്സെന്റ് മൈൻഡ്ലി wandered from my history class to the gym, another hour of sweating in basketball and displaying my toothpick legs was coming up. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. I had to walk all the way back and get them. Coach Thompson was a real bear if someone was in dress for PE. She had said I was a good forward and even tried to talk Grandma into letting me join the team once. Of course, Grandma said no. അതായത് ഇവിടെ എന്താ പറയുന്നത്, മറ്റെന്തൊക്കെയോ ചിന്തിച്ചവൾ എങ്ങോട്ട് പോവായിരുന്നു, ജിമ്മിലേക്ക് പോകുമായിരുന്നു. ഓക്കെ, അപ്പം അടുത്ത നെക്സ്റ്റ് അവറിൽ എന്തായിരുന്നു, ബാസ്കറ്റ് ടൈമായിരുന്നു, ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള ടൈമായിരുന്നു. അപ്പോൾ അവൾ എന്ത് പറ്റി, അവളുടെ PE ഷോർട്സ് ക്ലാസ്സിൻ്റെ ഡെസ്കിനടിയിൽ വെച്ചിരുന്ന കാര്യം അവൾ മറന്നുപോയായിരുന്നു. ഓക്കെ, അവൾ എവിടെ ഇരിക്കുകയായിരുന്നു, PE ഷോർട്സ്, അവൾക്ക് നമുക്ക് PT എന്നൊക്കെ പറയത്തില്ലേ, PTക്ക് ഇടാനുള്ള അവളുടെ ഷോർട്സ് എവിടെയായിരുന്നു, അവളുടെ ബാഗിനുള്ളിലാണെന്നാണ് അവൾക്ക് അപ്പം ഓർമ്മ വന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവൾക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകണമായിരുന്നു അല്ലേ. കാരണം എന്തെന്നോ, കാരണം ഈ PE ഡ്രസ്സ് ഇടാതെ ക്ലാസ്സിൽ വരുന്നെങ്കിൽ എന്ത് പറ്റും, അവരുടെ ട്രെയിനർ ഉണ്ടല്ലോ, അവരുടെ പരിശീലക ആരാണ്, തോംസൺ മാഡം എങ്ങനെയാ, ഒരു കരടിയെ പോലെ, ബെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കരടിയെ പോലെയാ. അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ആര്, ഈ തോംസൺ. ഓക്കെ, അതുകൊണ്ട് PE ഷോർട്സ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ, അവള് ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരണമെന്ന് എപ്പോഴും ആര് പറയുമായിരുന്നു, ഈ തോംസൺ കോച്ച് എപ്പോഴും പറയുമായിരുന്നു ഇവളോട് ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരണമെന്ന്. കാരണം എന്താ, ഇവൾ നല്ലപോലെ കളിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം അതേക്കുറിച്ച് ഒരിക്കൽ അമ്മൂമ്മയോട് ആര് പറഞ്ഞിട്ടുണ്ട്, ഈ കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോച്ചിനോട് എന്താ അമ്മൂമ്മ പറഞ്ഞത്, അത് നടക്കൂല എന്നാണ് ആര് പറഞ്ഞത്, തീർച്ചയായും എൻ്റെ അമ്മൂമ്മ പറ്റില്ലെന്നാണ് പറഞ്ഞത്. കണ്ടോ, I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. I stopped. I didn't mean to eavesdrop. I just hesitated, not knowing what to do.
അതായത് അവൾ ഷോർട്സ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ കയറാൻ പോവല്ലായിരുന്നോ? അപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? അവളിങ്ങനെ ക്ലാസ് മുറിയിൽ ഏകദേശം അടുത്ത് വന്നപ്പോഴായിരുന്നു ആ ഒരു ദേഷ്യത്തിലൊക്കെ പരസ്പരം തർക്കിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഓക്കെ, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നത് കേട്ടത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ അവിടെ പുറത്ത് തന്നെ നിന്നു. ഐ ഡിഡ്ന്റ് മെൻ ടു ഈവ്സ്ഡ്രോപ്പ്. ഈവ്സ്ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒളിഞ്ഞിരുന്ന് കേൾക്കുക. ഓക്കെ, ഒളിഞ്ഞിരുന്ന് കേൾക്കണമെന്ന് അവൾ കരുതിയില്ല. എനിക്ക് എത്രയും വേഗം ഷോർട്സ് എടുത്ത് കായിക പരിശീലനത്തിന് പോകണമെന്നായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അവൾക്ക്. ഓക്കെ, ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഇന്ററപ്റ്റ് ആൻ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. പക്ഷേ അധ്യാപകരുടെ ആ തർക്കം തടസ്സപ്പെടുത്തുവാൻ അവൾ ആഗ്രഹിച്ചതും ഇല്ല. ഐ റിക്കഗ്നൈസ് ദ വോയിസസ്. Mr. Schmidt, my history teacher, and Mr. Booney, my maths teacher. They seem to be arguing about me. Okay, അവളുടെ ശബ്ദം ആരാ തർക്കിക്കുന്ന? അവൾക്ക് ശബ്ദം പിടികിട്ടി. ആരായിരുന്നു തർക്കിക്കുന്നത്? അവളുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഷ്മിറ്റും അതേപോലെ മാത്സ് പഠിപ്പിക്കുന്ന കണക്ക് പഠിക്കുന്ന ബൂണുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത്. പക്ഷെ അവർ തർക്കിക്കുന്ന ആരെക്കുറിച്ചായിരുന്നു? ഇവളെക്കുറിച്ച് തന്നെയായിരുന്നു തർക്കിക്കുന്നത്. കണ്ടോ? നോക്കിയേ. I couldn't believe it. I still remember the feeling of shock that rooted me flat against the wall as if I were trying to blend in with the graffiti written there. അവൾക്ക് വളരെ ഷോക്കായിപ്പോയി. അവർ എന്താ തർക്കിക്കുന്നതെന്ന് അവൾ കേട്ടപ്പോൾ എന്ത് പറ്റി? അവൾക്ക് ഒരിക്കലും വിശ്വസിക്കാനായില്ല. അവൾ ഇപ്പോഴും ഓർക്കുന്ന എന്താ? അവൾ ആ ഞെട്ടൽ എങ്ങനെയായിരുന്നു? ആ കേട്ടതിൻ്റെ ആ ഞെട്ടൽ മൂലം അവൾ ചുമരിനോട് ഏറെ നേരം ചാരി നിൽക്കുകയായിരുന്നു. ഓക്കെ, I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify records. Martha has a straight A+ average and you know it. That was Mr. Schmidt and he sounded very angry. എന്താ ഇവിടെ കാണുന്നത് നോക്കിയേ. ഇവിടെ ആര് സംസാരിക്കുന്ന? മിസ്റ്റർ ഷ്മിറ്റ് എന്താ പറയുന്നത്? അത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ അച്ഛൻ ആരാണെന്നും അതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആര് പറയാം? മിസ്റ്റർ ഷ്മിറ്റ് പറയാം. അവളുടെ മാർക്കുകൾ എന്തായാലും മാർത്തയുടേത് വെച്ച് നോക്കിയാൽ താരതമ്യപ്പെടുത്താൻ അതൊരിക്കലും പറ്റത്തില്ല. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, മാർക്കിൽ കൃത്രിമം കാണിക്കുകയും ഇല്ല. മാർത്ത എല്ലാ ക്ലാസ്സിലും A+ വാങ്ങുന്ന മിടുക്കിയാണ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇങ്ങനെ ആര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെയൊക്കെയാണ് മിസ്റ്റർ ഷ്മിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉച്ചത്തിലാണ് പറയുന്നത്, ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പം മിസ്റ്റർ ബൂണി എങ്ങനെയാണ്? മിസ്റ്റർ ബൂണിയുടെ വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. മിസ്റ്റർ ബൂണിയുടെ ശബ്ദം എങ്ങനെയാണ്? വളരെ ശാന്തമായി പതിങ്ങിയ ശബ്ദമാണ് ആര്? മിസ്റ്റർ ബൂണിക്ക്. ഓക്കെ, നമുക്ക് ഈ ഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. This one, the scholarship jacket, was our only chance. Why did Martha say so? ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു എൻ്റെ ഒരേ ഒരു ചാൻസ്. എന്തുകൊണ്ടാണ് മാർത്ത എങ്ങനെ പറയാൻ കാരണം? മാർത്ത could never participate in sports because she could not afford the registration fees, uniform costs and trips out of town. Although her family was agile and athletic, they had no sports jacket. So her only chance was the scholarship jacket. കാരണം എന്താ? മാർത്തയ്ക്ക് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? അതിനുള്ള ഫീസും മറ്റുള്ള കാര്യത്തിലൊന്നും ചെലവിന് അവളുടെ എന്തില്ല, പണമില്ല അല്ലേ. അതുപോലെ തന്നെ അവളുടെ ഫാമിലി, അവളുടെ കുടുംബാംഗങ്ങളൊക്കെ നല്ല സ്ട്രോങ്ങും നല്ല അത്ലറ്റിക്കുമാണ്. പക്ഷെ എന്താ കുഴപ്പം? യെസ്, അവർക്ക് സ്പോർട്സ് ജാക്കറ്റ് കിട്ടത്തില്ല, കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ട് അവൾക്ക് ഒരേ ഒരു ചാൻസ് എന്താണ്? ഈ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു അവളുടെ ഒരേ ഒരു ചാൻസ്. ഹൗ ഡസ് മാർത്ത ഡിസ്ക്രൈബ് ഹെർസെൽഫ്? മാർത്ത അവളെക്കുറിച്ച് എങ്ങനെയായിരുന്നു പറയുന്നത്? മാർത്ത ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ് ആസ് എ പെൻസിൽ തിൻ ഫിഗർ. ഷി വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ ബൈ അതേഴ്സ് ബിക്കോസ് ഓഫ് എ ലീൻ ലുക്ക്. മാർത്ത അവളെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? അവളൊരു പെൻസിലിനെ പോലെയാണ് അല്ലേ, പെൻസിൽ പോലെ മെലിഞ്ഞാണ് ഇരുന്നത് അല്ലേ. അവളെ എല്ലാവരും എന്താ കളിയാക്കിയിരുന്നത്? ബീൻ പോൾ അല്ലെങ്കിൽ സ്ട്രിങ് ബീൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറ്റുള്ളവർ അവളെ കളിയാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വർ മാർത്താസ് ടീച്ചേഴ്സ് ആർഗ്യൂയിങ് അബൌട്ട്? എന്തായിരുന്നു മാർത്തയുടെ ടീച്ചേഴ്സ് അവർ രണ്ടുപേരും എന്തായിരുന്നു തർക്കിച്ചുകൊണ്ടിരുന്നത്? Martha's teachers were arguing whether Martha was eligible enough to get the scholarship jacket or not. അവരെന്തായാലും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്തയ്ക്ക് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാനുള്ള യോഗ്യത ഉണ്ടെന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. Look, Joanne's father is not only on the board, he owns the only store in town. We could say it was a close tie and. ഇവിടെ എന്താ പറയുന്നത്? മിസ്റ്റർ ബോണി നല്ല ശാന്തമായിട്ട് സംസാരിക്കുന്നത്, പക്ഷെ എന്താ പറയുന്നത് കേട്ടോ? ബൂണി പറയാ, നോക്കൂ, ജവാന്റെ അച്ഛൻ അവരുടെ ബോർഡ്, സ്കൂളിലെ ബോർഡ് ഉണ്ടല്ലോ അല്ലേ, PTA എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇവിടെ, അതുപോലെ സ്കൂളിലെ ബോർഡിന്റെ ഒരു അംഗമാണ് ആര്? ജവാന്റെ അച്ഛൻ. ഓക്കെ, അത് മാത്രമല്ല ജവാന്റെ അച്ഛൻ എന്തുണ്ട്? പട്ടണത്തിൽ ഒരു വലിയ ഏക കടയും അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് അതിനാൽ നമുക്കിതിൽ ഒരു പ്രയോജനവും ആയിരിക്കും. ജവാന് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുവാണെങ്കിൽ ആർക്ക് പ്രയോജനമാകും? ടീച്ചേഴ്സിന് പ്രയോജനമാവും. മനസ്സിലായോ? കാരണം എന്താ? അവർക്ക് അതുപോലെ പിടിപാടുണ്ട്. ആർക്ക്? ജോയാന്റെ അച്ഛന്. അങ്ങനെയായിരുന്നു മിസ്റ്റർ ബൂണി പറയുന്നത്. ഓക്കെ, ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് drowned out the rest of the words. My only a word here and there filtered through. Martha is Mexican, resigned, won't do it,
Mr. Schmidt came rushing out and luckily for me went down the opposite way towards the auditorium, so he didn't see me. ഇവിടെ എന്തൊക്കെ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴെന്താ പറ്റി? പിന്നെ ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് അവൾ ആകെപ്പാട് വല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് അവൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇതെല്ലാം കേട്ടത് ഇത്രയും കാര്യം കേട്ടപ്പോഴത്തേക്ക് അവൾ ആകെ ടോട്ടലി ബ്ലാങ്ക് ആയിപ്പോയി. അതുകൊണ്ട് അവൾക്ക് വളരെ കുറച്ച് കാര്യം പിന്നെ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അവൾ എന്തൊക്കെയാണ് പിന്നെ കേട്ടത്? മാർത്ത മെക്സിക്കനാണ്, പറ്റില്ല, രാജിവെക്കുക, അത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അറ്റമുറിയൊക്കെയാണ് ആര്? മാർത്ത കേട്ടത്. മിസ്റ്റർ ഷ്മിറ്റ് എന്ത് ചെയ്തു? വേഗത്തിൽ പുറത്തേക്ക് അങ്ങ് പോയി. പക്ഷെ ഭാഗ്യത്തിന് എന്ത് പറ്റി? അവൾ നിൽക്കുന്നതിന്റെ എതിർഭാഗത്തു കൂടി ഓഡിറ്റോറിയത്തിന്റെ ആ സമീപത്തൂടെയാണ് ആര് പോയത്? ഷ്മിറ്റ് പോയത്. അതുകൊണ്ട് അദ്ദേഹം അവളെ കണ്ടില്ല. Shaking, I waited a few minutes and then went in and grabbed my bag and fled from the room. Mr. Booney looked up when I came in but didn't say anything. To this day, I don't remember if I got in trouble in PE for being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow that night, so grandmother wouldn't hear me. അതായത് വിറയലോടെ, ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിറയലോടെ അവൾ കുറച്ച് മിനിറ്റ് അവിടെ കാത്തിങ്ങനെ നിന്നു. അതിനുശേഷം അവൾ എന്ത് ചെയ്ത്? ക്ലാസ്സിനകത്തേക്ക് കയറി. അവളുടെ ബാഗ് എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ പുറത്തേക്ക് ഓടി. മിസ്റ്റർ ബൂൺ അവിടെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, അവൾ അകത്ത് വരുന്നതൊക്കെ അദ്ദേഹം കണ്ടു, പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ഓക്കെ, അന്ന് പിക്ക് വൈകിയതിനുള്ള ശിക്ഷ കിട്ടിയോ എന്നും അതുപോലെ അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് എന്തൊക്കെയാണ് അവൾ കഴിച്ചതോ കൂട്ടിയതെന്നോ ഒന്നും അവൾക്ക് ഓർമ്മയില്ല. ഓക്കെ, അവൾ ഏറെ ദുഃഖത്തോടെയാണ് എന്ത് ചെയ്തത്? വീട്ടിലേക്ക് പോയത്. അമ്മൂമ്മ കേൾക്കാതിരിക്കാതെ അവൾ എന്ത് ചെയ്തു? ആ രാത്രി മുഴുവൻ തലയിണയിൽ അവളുടെ മുഖം അമർത്തി കരഞ്ഞുകൊണ്ട് കിടന്നു. It seemed a cruel coincidence that I had overheard that conversation. The next day, when the principal called me into his office, I knew what it would be about. He looked uncomfortable and unhappy. I decided I wasn't going to make it any easier for him. So I looked him straight in the eyes. He looked away and fidgeted with the papers on his desk. അതായത് ആ സംഭാഷണം അവൾ കേട്ടതും അതുപോലെ യാദൃശ്യമായി എന്ത് പറ്റി? അടുത്ത ദിവസം പ്രിൻസിപ്പൽ അവളെ ഓഫീസിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. കണ്ടോ, രണ്ടും ഒരു കോയിൻസിഡൻസ് ആണ്. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാദൃശ്യമായി രണ്ട് കാര്യങ്ങൾ ഒരേപോലെ നടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പെട്ടെന്നായിരുന്നു അല്ലേ? അവളത് കേൾക്കുകയും അടുത്ത ദിവസം പ്രിൻസിപ്പൾ വിളിക്കുകയും ചെയ്തു. എന്നിട്ട് നോക്കിയേ, പിറ്റേ ദിവസം പ്രിൻസിപ്പൾ അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അതെന്തിനാണെന്ന് അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു അല്ലേ? അവളത് കേട്ടല്ലോ. അദ്ദേഹം സന്തോഷമില്ലാതെ അസ്വസ്ഥനായാണ് കാണപ്പെട്ടത്. അദ്ദേഹം തന്നെ എല്ലാം പറയട്ടെ എന്ന അർത്ഥത്തിൽ അവൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി നിന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഡെസ്കിലുണ്ടായിരുന്ന പേപ്പറുകൾ പിടിച്ചുകൊണ്ട് അകലത്തേക്ക് അസ്വസ്ഥനായി നടന്നു. ഫിഡ്ജറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വസ്ഥമായിട്ട് നമ്മൾ കയ്യോ കാലോ അനക്കുന്നതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഫിഡ്ജറ്റഡ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? പേപ്പറുകൾ പിടിച്ചുകൊണ്ട് അസ്വസ്ഥനായി ഇങ്ങനെ നടന്നു. Martha, he said, there's been a change in policy this year regarding the scholarship jacket. As you know, it has always been free. He cleared his throat and continued. This year, the board has decided to charge $15, which still won't cover the complete cost of the jacket. അദ്ദേഹം എന്താ പറഞ്ഞത്? മാർത്ത, ഈ വർഷം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ കാര്യത്തിൽ പുതിയൊരു തീരുമാനം എടുത്തു. നിനക്കറിയാമല്ലോ, അതെല്ലാ വർഷവും എങ്ങനെയാണ്? സൗജന്യമാണ്, ഫ്രീ ആണെന്ന് നിനക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശബ്ദം ശരിയാക്കി തുടരുമായിരുന്നു. ഓക്കെ, അങ്ങനെ അദ്ദേഹം പറയുക വീണ്ടും, ഈ വർഷം മുതൽ ജാക്കറ്റിന് $15 ഈടാക്കണമെന്ന് അവരുടെ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വെറും $15 ആണോ ആ ജാക്കറ്റിൻ്റെ വില? അല്ല, പക്ഷേ ബോർഡ് തീരുമാനിച്ചത് $15 എങ്കിലും കിട്ടാതെ ആ ജാക്കറ്റ് കൊടുക്കരുതെന്നാണ് അവരുടെ തീരുമാനം. ഓക്കെ, I stared at him in shock and a small sound of dismay escaped my throat. I hadn't expected this. He still avoided looking in my eyes. അതായത് ഞാൻ വളരെ ഞെട്ടലോടെയാണ് അദ്ദേഹത്തെ തുറിച്ചു നോക്കി. ഓക്കെ, പരിഭ്രാന്തി നിറഞ്ഞ ഒരു ചെറിയ ശബ്ദത്തിൽ ഞാൻ എന്ത് പറഞ്ഞു? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം ഇപ്പോഴും എൻ്റെ കണ്ണുകളിൽ നോക്കുന്നില്ലായിരുന്നു. കണ്ടോ, അദ്ദേഹത്തിന് നോക്കാൻ കഴിഞ്ഞില്ല. So if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was. അതായത് അവൾക്ക് $15 അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത ആളിന് ഈ ജാക്കറ്റ് കൊടുക്കും. അപ്പം അത് ആരാന്ന് അവ ചോദിക്കാതെ തന്നെ ആർക്കറിയാം? നമ്മുടെ വാർത്തയ്ക്ക് അറിയാം അല്ലേ? Standing with all the dignity I could muster, I said, I will speak to my grandfather about it, sir, and let you know tomorrow. I cried on the walk home from the bus stop. The dirt road was a quarter mile from the highway. അവൾ എന്ത് ചെയ്തു? അവൾ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ഏറെ വിനയത്തോടെ അവൾ ധൈര്യമൊക്കെ സംഭരിച്ച് അവൾ സഹിച്ച് പിടിച്ച് അവൾ എന്ത് പറഞ്ഞു? ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അപ്പൂപ്പനോട് പറയാം സാർ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി. ഓക്കെ, അങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ നാളെ സാറിനെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ബസ് സ്റ്റോപ്പ് മുതൽ വീട് വരെ അവൾ എന്ത് ചെയ്ത്? കരഞ്ഞുകൊണ്ടാണ് അവൾ പോയത്. മൺപാത ഹൈവേയിൽ നിന്ന് 1/4 മൈൽ അകലെ ആയിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 6th one, why was Mr. Boone
ആർഗ്യൂയിങ് ഇൻ ജോയാൻസ് ഫേവർ. എന്തുകൊണ്ടാണ് മിസ്റ്റർ ബൂൺ ജോയാൻ്റെ പക്ഷം പിടിച്ച് ആർഗ്യൂ ചെയ്തത്? മിസ്റ്റർ ബൂൺ വാസ് ആർഗ്യൂയിങ് ഇൻ ജോയാൻസ് ഫേവർ സിൻസ് എ ഫാദർ വാസ് എ മെമ്പർ ഓഫ് ദ ബോർഡ് ആൻഡ് എ വെരി വെൽ നോൺ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ മാൻ. കാരണം എന്താ, അദ്ദേഹം ആ മെമ്പറാണ് അല്ലേ, ബോർഡിലൊരു മെമ്പറുമാണ്, അതേപോലെ നല്ല പിടിപാടുള്ളൊരു വ്യക്തിയായിരുന്നു ജോയാൻ്റെ അച്ഛൻ. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. വൈ ഡിഡ് മാർത്ത സേ സോ? അവൾക്കത് വളരെ ക്രൂരമായ ഒരു യാദൃശ്ചികമായ ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ട് അവൾ അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് വാസ് ബൈ ചാൻസ് ദാറ്റ് ഷീ കെയിം ടു ഓവർഹിയർ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ടീച്ചേഴ്സ് ആൻഡ് ലേറ്റർ ഷീ വാസ് സമ്മേൺഡ് ബൈ ദ പ്രിൻസിപ്പൽ ടു ടെൽ ഹർ അബൌട്ട് ഇറ്റ്. അതായത് യാദൃശ്യമായിട്ടാണല്ലേ അവളെ രണ്ട് ടീച്ചേഴ്സിൻ്റെയും തർക്കം കേട്ടതും അതുപോലെ അടുത്ത ദിവസം അവളെ വിളിക്കുകയും ഉണ്ടായി. അപ്പം അടുത്ത ദിവസം എന്തിനാണ് വിളിച്ചത് നമുക്ക് ഓൾറെഡി അവൾക്ക് അറിയായിരുന്നു അല്ലേ. വൈ വാസ് ദ പ്രിൻസിപ്പൽ അൺകംഫർട്ടബിൾ ആൻഡ് അൺഹാപ്പി? എന്തുകൊണ്ടായിരുന്നു ആ പ്രിൻസിപ്പൽ വളരെ അസ്വസ്ഥനും അതേപോലെ ഒരു സന്തോഷം ഇല്ലാതെ ഇരുന്നത്? ദ പ്രിൻസിപ്പൽ ഡിഡ് നോട്ട് അഗ്രി ടു ദ സഡൻ ചേഞ്ച് ഇൻ ദ പോളിസി ആൻഡ് ഹീ ന്യൂ വെരി വെൽ ദറ്റ് മാർത്ത ഡിസേർവ് ദ ജാക്കറ്റ്. കാരണം എന്താ, അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു ഈ പോളിസി, ഇങ്ങനെ ബോർഡ് അവരിങ്ങനെ ചേഞ്ച് ചെയ്തത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ അദ്ദേഹത്തിന് അറിയാം ഇവൾ ആ ഒരു ജാക്കറ്റ് കിട്ടാൻ ഏറ്റവും യോഗ്യതയുള്ളവൾ മാർത്തയാണെന്നും അദ്ദേഹത്തിന് അറിയായിരുന്നു. വൈ വാസ് മാർത്ത ഷോക്ക്ഡ്? എന്തുകൊണ്ടാണ് മാർത്ത ഷോക്കായിപ്പോയത്, അവൾ പരിഭ്രാന്തയായത്? മാർത്ത വാസ് ഷോക്ക്ഡ് വെൻ ഷീ വാസ് ടോൾഡ് ദാറ്റ് ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ചാർജ് $15 ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതായത് ബോർഡ് $15 വീതം ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞത് കേട്ടപ്പോഴാണ് മാർത്ത ഷോക്കായിപ്പോയത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇത്രയും എക്സ്പ്ലനേഷൻ പാർട്ടും അതിനോടൊപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സും കണ്ടിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്കിതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.